നമസ്കാരം, ഞാൻ ബിജിഷോളോ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളോ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലും ഇന്ന് ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. 19,398 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസവും ഇന്നത്തെയും ക്ലോസിംഗ് ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെയാണ് ആ ഒരു ക്ലോസിംഗ് നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണെങ്കിൽ എപ്പോഴും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ്, സ്റ്റിൽ ബൈ സെന്റിമെന്റ് തന്നെയാണ്. പ്രോഫിറ്റ് ബുക്കിനുള്ള ഒരു ചാൻസ് നിഫ്റ്റിയിലായാലും വന്നിട്ടില്ല. ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു ഏരിയ ആയാലും ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു ഏരിയ പോലും നിഫ്റ്റിയിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസത്തെ ഒരു മൂവ്മെന്റും ക്ലോസിംഗും ഒക്കെ അനുസരിച്ചാണ് ഏകദേശം ലെവലുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു കഴിഞ്ഞ ഒരു 2 ദിവസത്തെ ആ ഒരു ക്ലോസിങ്ങിന്റെ ആ ഒരു ലോറെ താഴത്തേക്ക് ആ ഒരു ലെവല് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ട്, 19,310. അപ്പോൾ ആ ഒരു സപ്പോർട്ടായിരിക്കും ഇപ്പോൾ വരും ദിവസങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഡിപ്പിൽ നിന്നൊരു ബൈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ഡിപ്പിലേക്കായിരിക്കും നിഫ്റ്റിയുടെ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഈ ഒരു ലെവലിലായാലും ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും എക്സ്പയറി ആണ്. ഇപ്പൊ എക്സ്പയറി ഏതൊരു റേഞ്ചിലാണ് നിലനിൽക്കാൻ സാധ്യത, എങ്ങനെയാണ് ഈ ഒരു എക്സ്പയറി മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നായാലും നിഫ്റ്റിയിലായാലും ഒരു മൂവ്മെന്റ്, ഒരു സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസങ്ങളിലായാലും സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലെവലിലാണ്. നിഫ്റ്റിയുടെ ഈ ഒരു ലെവലിലാണ് ഒരു സപ്പോർട്ട് കാണുന്നത്. അതായത് 19,360 അടുത്താണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് കാണുന്നത്. ഇതാണ് ലോവർ ലെവലിലെ സപ്പോർട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ആയാലും 19,420, 360 താഴെയായാലും 19,310 കാണുന്നത്. അതിന് താഴെയായാലും 19,260 സപ്പോർട്ട് വരുന്നത്. വരും ദിവസങ്ങളായാലും നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 19,420 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഹയർ ലെവലിലേക്ക്, ഈ ഒരു ഹയർ ലെവലിലേക്ക് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലുകളില്ല. 19,420 താഴെ നിലനിൽക്കുമ്പോൾ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം നിഫ്റ്റി ആയാലും 2 ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഇടയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ കിട്ടിയാലും മാർക്കറ്റിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം, സാധ്യതയുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 15 മിനിറ്റിന്റെ ഒരു ഹൈ നിലനിർത്തി കഴിഞ്ഞാൽ ബൈയുടെ ഒരു സെന്റിമെന്റിൽ തന്നെ നിലനിൽക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മുൻപത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോയിലും വലിയൊരു ഗ്യാപ്പ് അപ്പ് വരുന്ന ഒരു സമയത്തായാലും നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് റെസിസ്റ്റൻസ് ഏരിയ അല്ലാത്തൊരു ഏരിയയിൽ ഇത് ആദ്യത്തെ 5 മിനിറ്റ്, പിന്നത്തെ 5 മിനിറ്റ്, അടുത്തൊരു 5 മിനിറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ യൂട്യൂബിലായാലും ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു, വീഡിയോ നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല. 19,300 സപ്പോർട്ട് നൽകിയിരുന്നത്. 19,300 നിന്ന് തന്നെ എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തിരുന്നു. അതിനുശേഷം ആ ഒരു ബൈ സെന്റിമെന്റിൽ നിലനിൽക്കുന്നതാണ് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. പിന്നായാലും ഒരു സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയാലും അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിൽ ഇപ്പോൾ 19,260 ഹോൾഡ് ചെയ്തതിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 19,400, 420 എത്തുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. 420 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി അടുത്തൊരു ബൈ സെന്റിമെന്റിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 360 താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ തന്നെ ഉടനെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന 360 താഴെയാണെങ്കിൽ ബൈര ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം 360 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബൈര ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഷോർട്ട് സെല്ലാണ് സാധ്യത വരുന്നത്. ഇൻ കേസ് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുമ്പോഴാണ് കൂടുതൽ വീക്ക്നെസ് പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത വരുന്നത്.
അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ കേസ് 19,310 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ 260 ലോവർ ലെവൽ സപ്പോർട്ട്, ലോവർ ലെവൽ വേറെ സപ്പോർട്ട് ലെവലുകളില്ല. വീണ്ടും വീണ്ടും തിരിച്ച് ബൈ സെന്റിമേലേക്ക് കടക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 19,310 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ ഒരു മുകളിലേക്ക് ഇതിന്റെ താഴെ വന്നതിന് ശേഷം 310 താഴെ വന്നതിന് ശേഷം ഇപ്പോൾ 260 ഏതെങ്കിലും ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഇവിടുന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണെങ്കിൽ 19,420 മുകളിലേക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ബൈ ഒരു സെന്റിമെന്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിനാണ് സാധ്യത. പക്ഷേ 19,360 അടുത്ത് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളായാലും എക്സ്പയറി ആണ്, നമുക്ക് വീക്ക്ലി എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ ഒരു കറണ്ട് സെന്റിമെന്റിൽ പോസിറ്റീവ് ആണ്. പക്ഷേ ഈ ഒരു സെന്റിമെന്റിൽ കാണുന്നത് ഇപ്പോൾ 19,400, 300 ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഇടയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സും സ്ട്രോങ് ആയിട്ടുള്ള ബയ്യേഴ്സും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും 19,420 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് ബൈക്ക് കൂടുതൽ സാധ്യത വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഏതെങ്കിലും ഒരു സപ്പോർട്ടിലൊക്കെയാണ് താൽക്കാലികമായിട്ട് ബൗൺസ് ചെയ്താലും എക്സ്പയറി 19,400 ബിലോ നിലനിർത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ 19,400 അടുത്തുനിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 19,300 മുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എക്സ്പയറി നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ഈ ഒരു രണ്ട് റേഞ്ചും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിലോട്ട് ട്രെൻഡ് ഫോളോ ചെയ്യലാണ് കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഇടയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വന്നാൽ ബാങ്ക് നിഫ്റ്റിയിലായാലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. ലോവർ ലെവലായാലും മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസത്തെ അപ്ഡേറ്റിൽ നൽകാവുന്നതാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും എങ്ങനെയാണ് നമുക്ക് ഒരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് നമുക്ക് നോക്കാം. ബൈയുടെ ഒരു സാധ്യത കാണുന്നത് 47,400 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി വന്ന ബൈയുടെ ഒരു സെന്റിമെന്റ് കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്നാലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ 5 മിനിറ്റ് ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത് 45,550 അടുത്താണ് വരുന്നത്. 47,550 അടുത്താണ് റെസിസ്റ്റൻസ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 47,400 താഴെയാണെങ്കിൽ ആദ്യത്തെ ഒരു ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 47,100 നമ്മൾ ഇന്നത്തെ ഒരു സപ്പോർട്ടായിരുന്നു. യൂട്യൂബിലായാലും അപ്ഡേറ്റ് ചെയ്തിരുന്നു. 47,100 നിന്നാണ് തുടക്കത്തിൽ ആ ഒരു ബൗൺസ് വന്നിരുന്നത്. അപ്പോൾ 47,100 ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിയിൽ നിലനിർത്തേണ്ട സപ്പോർട്ട് 47,100 ആണ്. ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ സ്റ്റിൽ ബൈ സെന്റിമെന്റ് തന്നെയാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹയർ ലെവലിലേക്ക് 47,400 റെസിസ്റ്റൻസ് ഉണ്ട്. ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് സേഫ് ആണ്. അതുപോലെ 47,100 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുന്നത്. 47,100 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 44,050 സപ്പോർട്ടിന്റെ അടുത്തേക്ക് എത്തും. 44,050 സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് 44,50 താഴത്തേക്ക് നിലനിന്നാലും 50 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് വീണ്ടും ആ ഒരു ബൈ സെന്റിമെന്റിൽ തുടരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. സെന്റിമെന്റിൽ സ്ട്രോങ് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി കാണുന്നത് 47,400 ബിലോ നിലനിൽക്കുന്നതാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 47,400 മുകളിൽ ഓപ്പൺ ചെയ്താൽ ഇത് അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ലെവലിൽ നിലനിൽക്കണമെന്നില്ല. അല്ലെങ്കിൽ എക്സ്പയറി 47,400 ബിലോ നിലനിൽക്കാനാണ് സാധ്യത കാണുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും ഇതിനൊരു താഴത്തേക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഇതിന്റെ ഒരു മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ മുകളിലാണെങ്കിൽ ബൈ സെന്റിമെന്റിലാണ്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇതേ രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താലും എക്സ്പയറി ഈ ഒരു ലെവലിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യത
ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ് 20,240 ആ ഒരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്നാണ് ഫിൻ നിഫ്റ്റിയിലും അവസാനത്തെ ഒരു സെക്ഷനിൽ ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. പക്ഷേ ഫിൻ നിഫ്റ്റിയിൽ അവസാനത്തെ ഒരു സെക്ഷനിൽ അതിന്റെ മുകളിലേക്ക് കയറിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ലെവൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 20,220 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത്. 20,220 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റിലാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ, അതായത് 220 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 220 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത് 20,160 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത് 20,030 അടുത്താണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ 20,305 റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി വന്നാൽ, ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി വന്നാലും 305 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഒരു സെന്റിമെന്റ്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. അതിന് ശേഷം 305 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈ സെന്റിമെന്റ് വരുന്നത്. 305 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് വരുന്നത് റെസിസ്റ്റൻസ് ലെവൽ വരുന്നുണ്ട്. ഈ ഒരു ലെവലിലായാലും ഫിൻ നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെവലിലായാലും 20,360 20,360 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ 260 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 260 മുകളിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിലേക്ക് ആയാലും റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലാണ്. ഫിൻ നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് വരുന്നത് 20,450 റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലാണെങ്കിൽ ബൈക്കാണ് സാധ്യത. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 220 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 220 അടുത്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും 160 ബ്രേക്ക് ചെയ്താലും വീക്ക്നെസ് ആണ്. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കാം. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.